അയ്യ വണക്കം. ഞാൻ മാധ്യമരംഗത്ത് നിന്നും പടിയിറങ്ങുകയാണ് മക്കളെ, പടിയിറങ്ങുകയാണ്. 28 വർഷത്തെ എൻ്റെ CPM-ന് വേണ്ടിയുള്ള മാധ്യമ പ്രവർത്തനത്തിന് ശേഷം ഞാനിതാ എൻ്റെ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് മക്കളെ, ആയുധം വെച്ച് കീഴടങ്ങുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നികേഷ് കുമാർ തൻ്റെ ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ട് എല്ലാ CITU കമ്മികളെ എല്ലാം കൂടെ ചാടിയിറങ്ങി എൻ്റെ നികേഷ് അണ്ണാ ദൈവമേ എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നല്ല രസമുണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തന രംഗത്ത് നിന്നും പുറത്തേക്ക് പോകുന്ന എൻ്റെ നികേഷ് കുമാർ സാറേ, എൻ്റെ രാഷ്ട്രീയ ഗുരു, അങ്ങേക്ക് എൻ്റെ ബാഷ്പാഞ്ജലികൾ, ആദരാഞ്ജലികൾ, ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരഞ്ഞു മെഴുകുന്നത്. നികേഷ് കുമാർ അങ്ങനെ മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഒരു വട്ടം അദ്ദേഹം പുറത്തേക്ക് വന്നതാണല്ലോ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരുമുണ്ട്. അതായത് 2016 ഇതുപോലെ നികേഷ് കുമാർ ഒരു വട്ടം മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് 2016 ഞാൻ ഇത് സകലതും വച്ച് കെട്ടാൻ പോവുകയാണ്, ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ മാധ്യമ പ്രവർത്തന രംഗത്ത് നിന്നും പുറത്തിറങ്ങിയിട്ട് ഞാൻ നേരെ അഴീക്കോട് ഇഞ്ചിക്കുഞ്ഞ ഷാജിക്ക് നേരെ മത്സരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് നികേഷ് കുമാർ ഒരു വട്ടം ഇറങ്ങിയിട്ടുണ്ടായതാണ്. ആശ മറന്നുപോയതായിരിക്കും. ആശ ഒന്ന് ആലോചിച്ച് ആശാന് കറക്റ്റായിട്ട് കിട്ടും. ഇതൊന്നും കുർള എക്സ്പ്രസ്സാ, ഇറങ്ങുന്നു കയറുന്നു, കയറുന്നു ഇറങ്ങുന്നു. അല്ലെങ്കിൽ എന്തോന്ന് കെജ്രിവാൾ ജയിലിൽ പോണ പോലെയാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്? കെജ്രിവാളിൻ്റെ ആണെങ്കിൽ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടുന്നു റദ്ദാവുന്നു, കിട്ടുന്നു റദ്ദാവുന്നു. അതുപോലെയാണ് നമ്മുടെ നികേഷ് കുമാറിൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതം എന്ന് പറയുന്നത്. 2016 ഇഞ്ചിക്കുഞ്ഞ ഷാജി, അതായത് ഇഞ്ചി കച്ചവടം നടത്തി ഈ കൊടീഷനായ നമ്മുടെ KM ഷാജി അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ്. KM ഷാജിക്കെതിരെ നമ്മുടെ നികേഷ് അണ്ണൻ മത്സരിക്കുന്നു. നികേഷ് അണ്ണൻ KM ഷാജിക്കെതിരെ മത്സരിച്ച ശേഷം നികേഷ് അണ്ണൻ അതിഗംഭീരമായിട്ട് അട്ടപ്പട്ടലം തോക്കുന്നു. അങ്ങനെ അട്ടപ്പട്ടലം തോറ്റു കഴിഞ്ഞ ശേഷം നികേഷ് അണ്ണന് അപ്പുറത്ത് നിന്ന്, അതായത് നികേഷ് അണ്ണൻ്റെ ഒപ്പോണൻ്റായിട്ട് നിന്ന് KM ഷാജി വിജയിക്കുന്നു. അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, പോകുന്നു. പക്ഷേ നികേഷ് അണ്ണൻ ഞാൻ വിജയനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. നികേഷ് അണ്ണൻ നേരെ കോടതിയിലേക്ക് പോകുന്നു. ലവം മതം പറഞ്ഞാണ് ജയിച്ചത് എന്ന് വച്ച് കീച്ചുന്നു. ഇതേ തുടർന്ന് കോടതി നമ്മുടെ KM ഷാജിയെ അയോഗ്യനാക്കുന്നു. നികേഷ് കുമാറിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ ഒരു ശരികളുണ്ടെന്ന് കോടതി വിചാരിക്കുന്നു. അങ്ങനെ ഇഞ്ചിക്കുഞ്ഞൻ KM ഷാജി അവിടെ നിന്നും വീട്ടിൽ പൊട്ടിത്തള്ളി വന്നിരിക്കുന്നു. അങ്ങനെ അഴീക്കോട് മണ്ഡലം അനാഥമാകുന്നു. അങ്ങനെയാണ് ഇപ്പം നിലവിൽ അതിൻ്റെ പോക്കെന്ന് പറയുന്നത്. നികേഷ് കുമാർ ആരൊക്കെ ചോദിച്ചാലും ഞാൻ തോറ്റിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഞാൻ അവിടുത്തെ ആണ്, വെറുതെ അല്ല ഞാൻ കിണറ്റിലേക്ക് അപ്പിയും കയറും കൊണ്ട് ഇറങ്ങിയത് എന്ന് നികേഷ് കുമാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അന്ന് നികേഷ് അണ്ണൻ ഞാൻ മാധ്യമരംഗത്തു നിന്നും വിരമിക്കുകയാണ്, സുഹൃത്തുക്കളെ വിരമിക്കുകയാണ് എന്ന് പറഞ്ഞ് നേരെ ജയരാജന്മാരുടെ കാല് കണ്ണൂര് പോയി പിടിക്കാനുള്ളൊരു വാർത്ത കൈരളി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതൊക്കെ തപ്പിയെടുത്തു. അങ്ങനെ കൈരളി റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയാണ് ഈ വാർത്ത. മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് MP നികേഷ് കുമാർ. നികേഷിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷ നൽകുന്നുവെന്ന് P ജയരാജൻ. നികേഷ് കുമാർ P ജയരാജനെ കണ്ടു എന്നാണ് ആ വാർത്ത. മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ചു വരുന്ന നികേഷ് കുമാർ എന്തുകൊണ്ടാണ് വരുന്നത്? അദ്ദേഹം ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടിയാണ് വരുന്നത് എന്നാണ് അന്ന് ജയരാജൻ വച്ച് കീച്ചിയത്. പക്ഷേ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് വന്നപ്പോൾ നമ്മുടെ KM ഷാജി അതിനകത്ത് കുറച്ച് വെള്ളം കോരി ഒഴിച്ചു കളഞ്ഞു. അങ്ങനെ ആ തീ അങ്ങ് കെട്ടുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് തിരിച്ച് വീണ്ടും മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വരേണ്ടി വന്നു. മാധ്യമപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം തിരിച്ചു ചുവടുവെച്ചത് അതിഗംഭീരമായിട്ടാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. താടിയൊക്കെ വളർത്തി നമ്മുടെ ശബരിമലയ്ക്കൊക്കെ പോകാൻ പോകുന്നത് പോലെ അങ്ങനെ ഡിപ്രസ്ഡ് ആയിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെ താടിയൊക്കെ വളർത്തി അദ്ദേഹം ഒരു പരിപാടി കൊണ്ടുവന്നായിരുന്നു. എൻ്റെ ചോര തിളയ്ക്കുന്നു എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. അതിനും വേണ്ടത്ര റീച്ച് കിട്ടിയില്ല. റിപ്പോർട്ടർ ചാനൽ അതിനുശേഷം പൊട്ടിത്തള്ളി പണ്ടാരമടങ്ങി. നമുക്കറിയാം ഇന്ത്യ വിഷനിൽ സീംലെസ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ഗ്ലോറിയിൽ നിന്നൊരു മനുഷ്യനാണ് നികേഷ് കുമാർ എന്ന് പറയുന്നത്. നികേഷ് കുമാർ എന്ന് പറയുന്നത് മാധ്യമലോകത്തൊരു സിംഗമാണ് എന്ന് പല ആൾക്കാരും പറയുമ്പോഴും ജോക്സ് അപ്പാർട്ട്, അത് ശരി തന്നെയാണ്. നികേഷ് കുമാർ മാധ്യമരംഗത്ത് ഒരു സിംഗം തന്നെയാണ്. കാരണം നികേഷ് കുമാറാണ് മാധ്യമരംഗത്ത് പുതിയൊരു സംസ്കാരം കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മുടെ ശ്രീകണ്ഠൻ നായർ 24 ന്യൂസ് കൊണ്ടുവന്നപ്പോൾ 24 ന്യൂസിന്റെ പുറകെ സകല മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും വച്ച് പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ. അതായത് പല പല ടെക്നോളജികളും അതിനകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ മലയാളത്തിലെ നമ്പർ 1 ഏഷ്യാനെറ്റ് ന്യൂസ് പോലും, ഈ ഏഷ്യാനെറ്റിന് സ്വതവേ ഒരു മുടയുണ്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ പുറകെ പല ആൾക്കാരും വന്നോളും എന്നൊരു മുട സ്വാഭാവികമായിട്ട് ഏഷ്യാനെറ്റിനുണ്ട്. ഇനി ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ഏഷ്യാനെറ്റിനെ പോലും മുട്ടയെ നിർത്തിയിട്ട് മുട്ടേ വാട എന്ന് പറഞ്ഞ ആ ഒരു SKന്റെ ആ ഒരു ഹീറോയിസം ഉണ്ടല്ലോ, ആ ഹീറോയിസം അന്തക്കാലത്ത് കാണിച്ചൊരു വ്യക്തിയായിരുന്നു നികേഷ് കുമാർ എന്ന് പറയുന്നത്. അതായത് അച്ചടി മാധ്യമങ്ങൾ അരങ്ങുവാണിരുന്ന ആ കാലത്ത് എങ്ങനെയാണ് ഒരു മുഴുനീള വാർത്താ ചാനൽ 24 hours ലൈവായിട്ട് ഓട്ടിച്ച് കാണിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് 29ാമത്തെ വയസ്സിൽ ഇന്ത്യ വിഷൻ തുടങ്ങി അതിൻ്റെ തലപ്പത്ത് കയറിയിരുന്ന വ്യക്തിയാണ് നികേഷ് കുമാർ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് എന്ന് പറഞ്ഞ് ഓടുന്നുണ്ടല്ലോ, ആ സാധനം കൊണ്ടുവന്ന വ്യക്തിയാണ് നികേഷ് കുമാർ എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ശേഷമാണ് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൻ്റെ ആ അഗാധമായിട്ടുള്ള ഗുണ കേവിലേക്ക് എടുത്തു ചാടുന്നത്. അഗാധ
സ്വന്തമായിട്ടുള്ള ഗുണ കേവിലേക്ക് അദ്ദേഹം എടുത്തു ചാടിയതും പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു വല്ലാത്ത ചെയ്തായി പോയെന്ന്. അങ്ങനെ ഗുണ കേവിലേക്ക് അദ്ദേഹം എടുത്തു ചാടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഗുണ കേവ് മാത്രമല്ല വൻ കടക്കെണിയിലേക്കുള്ള ഒരു കേവ് കൂടിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം ആ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് കടന്ന് പിന്നീട് കൈയും കാലും ഇട്ട് അടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹത്തിന്റെ കൂടെ പല പല ആൾക്കാരും ഉണ്ടായിരുന്നു. വേണു ഉണ്ടായിരുന്നു, അഭിലാഷ് മോഹൻ ഉണ്ടായിരുന്നു. അഭിലാഷ് മോഹൻ അവസാന നിമിഷം വരെയും നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ അതായത് അവസാന ശ്വാസം വരെയും നികേഷ് കുമാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ശമ്പളമൊന്നും കൊടുക്കുന്നില്ല എന്നായിരുന്നു പല ആൾക്കാരും അതിനകത്തുള്ള ആൾക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിലും അഭിലാഷ് മോഹൻ അതിനകത്ത് കടിച്ചു പിടിച്ച് നിന്ന് ഒരു ദിവസം ഒന്നും പറയാതെ പൊടിയും തട്ടി അഭിലാഷ് മോഹൻ നേരെ മീഡിയ വണ്ണിലോട്ട് ചാടിപ്പോയി. അത് കഴിഞ്ഞ ശേഷം അഭിലാഷ് മോഹനെ മീഡിയ വണ്ണിൽ നിന്ന് സുഡാപ്പി വിളി കേട്ട് എന്നെ നിക്കി കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മാതൃഭൂമിയിലോട്ട് ചാടിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ നികേഷ് കുമാറിന്റെ കീഴിൽ വളർന്നു വന്ന സകല മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം നികേഷ് ജി രാഷ്ട്രീയ കുരു എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ 2014 അഴീക്കോട് ഇഞ്ചിക്കുഞ്ഞ് ഷാജിയിലൂടെ തോറ്റതിന് ശേഷം നികേഷ് കുമാർ തിരിച്ച് റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നു. റിപ്പോർട്ടർ ചാനലിലേക്ക് വന്ന ശേഷം എങ്ങനെ ചാനൽ ഓട്ടിക്കും, ശമ്പളം കൊടുക്കാനും നിവർത്തിയില്ല, അവിടെയുള്ള എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യാനും യാതൊരു മാർഗ്ഗവും ഇല്ല, കടമാണെങ്കിൽ കടത്തിന്മേ കടം. റിപ്പോർട്ടർ ചാനലിൽ രാവിലെ നികേഷ് കുമാർ കാലെടുത്ത് വയ്ക്കുമ്പോഴേക്കും ഒരു നീണ്ട കഥ നീണ്ട കഥ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോഡ് കടക്കാനാണ് അവിടെ വന്ന് നിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ തന്നെ പറയുന്നത്. റിപ്പോർട്ടർ ചാനലിൽ ഇങ്ങനെ ലോഡ് കണക്കിന് ആൾക്കാർ കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ഇവർ വിചാരിക്കും നികേഷ് കുമാറിനെ കൊത്തി കീറി കളയുന്നു. പക്ഷെ അങ്ങനെയല്ല. നികേഷ് കുമാർ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവരെ എല്ലാം ഒതുക്കി സമാധാനിപ്പിച്ചു വിടും. അതാ മനുഷ്യന്റെ ഒരു കഴിവാണ്, നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മുടെ വിജയ് മല്യയ്ക്ക് പോലും ഇല്ലാത്തൊരു കഴിവാണ് അദ്ദേഹത്തിനുള്ള ഒരു കഴിവെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളുടെയും അദ്ദേഹം റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ തന്നെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അതായത് പെട്രോളിനും ഡീസലിനും ഒക്കെ ഇപ്പൊ എന്തിനാണ് വില, ഞാൻ എൻ്റെ ഓഫീസ് ഓട്ടിക്കുന്നത്, അതായത് കറണ്ട് കട്ട് ചെയ്തിട്ട് KSB അങ്ങനെ കറണ്ട് കട്ട് ചെയ്ത് ബ്യൂറോ ഓട്ടിക്കുന്നത് പെട്രോളിനാണ്, അമ്മാതിരി വിലയാണ് പെട്രോളിനും ഡീസലിനും എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന ഒരു ബൈറ്റ് എന്തോ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് കാലം മുമ്പേ തത്തിക്കളിക്കുന്നതായിട്ട് എൻ്റെ ഓർമ്മയുടെ ഏതോ ഒരു ബഹിർസ്ഫുരണങ്ങളിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നികേഷ് കുമാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. കാരണം നികേഷ് കുമാറിൻ്റെ രണ്ടാമത്തെ ടേം അങ്ങനെ തന്നെ നമ്മൾ പറയണം. കാരണം ഇഞ്ചിക്കുഞ്ഞ് ഷാജിയുടെ തോറ്റ് നികേഷ് കുമാർ താടിയൊക്കെ ഉള്ളത് മാധ്യമപ്രവർത്തനം ചോര തിളയ്ക്കുന്നു, എൻ്റെ അവിടെ തിളയ്ക്കുന്നു ഇവിടെ തിളയ്ക്കുന്നു എന്ന് പറഞ്ഞ് വന്നപ്പോൾ നികേഷ് കുമാറിൻ്റെ പ്രധാനപ്പെട്ട വേട്ടമൃഗം എന്ന് പറയുന്നത് ദിലീപായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു എന്ന് നികേഷ് കുമാർ വിചാരിച്ചൊരു സമയമായിരിക്കും. അതായത് ദിലീപിൻ്റെ കേസ് വന്നതിൽ പിന്നാലെ നികേഷ് കുമാറിന് വച്ചടി കോളായെന്ന് ഒന്ന് പറയാതിരിക്കാൻ വയ്യ. ദിലീപിനെ എടുക്കുന്നു വറുക്കുന്നു പൊരിക്കുന്നു, എടുക്കുന്നു വറുക്കുന്നു പൊരിക്കുന്നു. ദിലീപാണെങ്കിൽ നികേഷ് കുമാറിന്റെ പിറകെ നികേഷ് ജി എന്ന് പറഞ്ഞ് നടന്ന് കാല് തേന്ന് തന്നെ മിച്ചം. ദിലീപിന്റെ കേസ് ബാക്കിയുള്ള മാധ്യമങ്ങളെല്ലാം മറന്നാലും വേറൊരു വാർത്തയില്ലല്ലോ, എങ്ങനെയെങ്കിലും ഇതിട്ട് ഓട്ടിക്കണ്ടേ. OBS ഇല്ല, DSNG ഇല്ല, ഒരു കുന്തോല എന്തെടുത്ത് വിട്ട് കൊടുക്കും. വാഴ വയ്ക്കട്ടെ, വാഴ കൊലയ്ക്കട്ടെ, ഇനി കൊല വെട്ടട്ടെ, ഇനി എന്തെടുത്തിട്ട് വെട്ടു എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെയാണ് നമ്മുടെ നല്ല അറിവുമാടായിട്ടുള്ള ദിലീപിനെ കിട്ടിയത്. അങ്ങനെ 1.5 കൊല്ലം ദിലീപിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഇട്ട് അടിച്ച് ഓട്ടിച്ച് ദിലീപിനെ അടിച്ചൊതുക്കി ചാക്കി കെട്ടി ദിലീപിന്റെ ജനപ്രിയ പദവിയൊക്കെ വലിച്ചു പറിച്ച് ദൂരെ എറിഞ്ഞ് ദിലീപിനെ അട്ടത്തോട്ട് എടുത്തു വെച്ച്. സത്യം പറഞ്ഞാൽ ദിലീപിനെ നികേഷ് കുമാർ എടുത്ത് കഷത്തിന്റെ ചുരി വെച്ചു എന്ന് തന്നെ പറയണം. ദിലീപിന്റെ കരിയർ അവസാനിപ്പിച്ചതിൽ പ്രധാന പങ്ക് റിപ്പോർട്ടർ TVക്കും നികേഷ് കുമാറിനുമാണ് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേറെ പല മാധ്യമങ്ങളും വലിയ സ്തുത്യർഹമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ നികേഷ് കുമാറിന് ഇതിന് വലിയൊരു പങ്ക്, അതായത് നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കാത്ത, അതും ഈ തുക്കട ചാനൽ വെച്ച് ആ സമയത്ത് ഇതൊരു തുക്കട ചാനലായിരുന്നു, അതുള്ളൊരു പങ്കുണ്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതിനുശേഷമാണ് റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ സർക്കാർ അനധികൃതമായി വഴിവിട്ട രീതിയിൽ പല ലോണുകൾ കൊടുത്തു എന്നറിയുന്നു. എന്നിട്ട് നികേഷ് കുമാർ രക്ഷപ്പെട്ടിട്ടില്ല. അതിനുശേഷമാണ് നികേഷ് കുമാർ പിന്നെ റിപ്പോർട്ടർ ചാനൽ വിൽക്കാൻ പോകുന്നു. അതായത് 20 കോടി രൂപ വേണം ഇനി റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. 20 കോടി രൂപ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മരമുറി ബ്രദേഴ്സ് ചാടി വീണത്. മരമുറി ബ്രദേഴ്സിന് ഒരു ചാനൽ ആവശ്യമായിരുന്നു, മരമുറി ബ്രദേഴ്സിൻ്റെ പല കാര്യങ്ങളും വെളുപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ മരമുറി ബ്രദേഴ്സ് ചാടി വീഴുന്നു. മരമുറി ബ്രദേഴ്സിൻ്റെ മുമ്പിൽ നികേഷ് കുമാർ തൻ്റെ ആ ചാനലെടുത്ത് നീട്ടുന്നു. അങ്ങനെ മരമുറി ബ്രദേഴ്സ് ആ ചാനലിലേക്ക് കയറുന്നു. ആ ചാനലിലേക്ക് കയറുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ദിസ് ഈസ് ബിസിനസ്. ശ്രദ്ധിച്ച് കേട്ടോ. അതായത് നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മുഖം എന്ന് പറയുന്നത്. ആ നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഗതി എന്താവും? റിപ്പോർട്ടർ ചാനൽ അടപടലം പൊട്ടിപ്പോവില്ലേ? അപ്പോഴാണ് ഈ മരമുറി ബ്രദേഴ്സിൻ്റെ ആ ഒരു ബുദ്ധി അവിടെ വർക്കൗട്ടായത്. നികേഷ് കുമാർ ഇറങ്ങുന്നതിന് മുമ്പേ ഈ ചാനലിൽ വേറെ പല പ്രമുഖരെയും നികേഷ് കുമാറിൻ്റെ മേലെ കൊണ്ടുവരണം എന്നവർ നിശ്ചയിച്ചുറപ്പിച്ചു. അങ്ങനെയാണ് ഒരിക്കൽ മരമുറി ചാനലിന് എതിരെ പറഞ്ഞുകൊണ്ടിരുന്ന മരമുറി നടത്തുന്നു എന്ത് അനീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന 24 ന്യൂസിലെ അരുൺ കുമാറിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. അതും സ്വന്തം ജോലി രാജിവെപ്പിച്ചിട്ട്
ഗവൺമെന്റ് ജോലിയാണ്, അത് രാജിവെച്ചിട്ടാണ് ഇയാൾ വന്നത്. അപ്പോൾ കനത്തിൽ സാധനം അകത്തേക്ക് ഇട്ട് കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ്. കനത്തിൽ സാധനം അക്കൗണ്ടിലേക്ക് വരാതെ ഒരിക്കലും അരുൺകുമാർ പുറത്തിറങ്ങില്ല. അങ്ങനെ അരുൺകുമാർ വന്ന് റിപ്പോർട്ടറിലേക്ക് ജോയിൻ ചെയ്യുന്നു. റിപ്പോർട്ടറിലേക്ക് അരുൺകുമാർ മാത്രമല്ല, സുജയ പാർവതി, പ്രവചന സിംഹമായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ്റെ പുറകെ നമ്മുടെ സുജയ പാർവതി, സ്മൃതി പരുത്തിക്കുരു എല്ലാം വന്ന് ജോയിൻ ചെയ്യുന്നു. ഇവരെല്ലാം വന്ന് ജോയിൻ ചെയ്തിട്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങുന്നു. ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നിഷ്കളങ്കരെ? അതായത് ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ കിട്ടുന്നത് നികേഷ് കുമാറിനാണ്. അല്ല, സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ നികേഷ് കുമാർ എന്ന് പറയുന്നത് സീനിയർ മാധ്യമ പ്രവർത്തകനാണ്, കേരളത്തിലെ കമ്മികളുടെ കൺകണ്ട ദൈവമാണ്. അവിടെ സംഖ്യയായിട്ടിരിക്കുന്നത് സുജയ പാർവതിയാണ്. അങ്ങനെയാണെങ്കിൽ സുജയ്ക്കാണ് സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ കിട്ടേണ്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രോളുകൾ കിട്ടി ഒരു ട്രോൾ ഫിഗറായി നികേഷ് കുമാർ പറയുന്നതിനൊന്നും യാതൊരുവിധ ക്രെഡിബിലിറ്റിയും ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പിന്നീട് മാറുകയാണ്. അതായത് നികേഷ് കുമാർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ നീന്തൽക്കുളത്തിന്, അതായത് ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന് ഇത്ര തുക അനുവദിച്ചു എന്ന് പറയുമ്പോൾ നികേഷ് കുമാർ നീന്തൽക്കുളമേ ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് കണക്ഷൻ കൊടുത്ത് ഏതെങ്കിലും ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ചില വീരേതിഹാസങ്ങളിൽ നിന്നും ചീന്തിയെടുത്ത എൻ്റെ ബഹിർസ്ഫുരണങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഉജ്ജ്വൽ ഗ്യാസ് യോജന വഴി ഗ്യാസ് കിട്ടിയ ഒരാളെ കാണിച്ചു തന്നാൽ ഞാൻ ഈ മാധ്യമ പ്രവർത്തനം എത്തും എന്നിങ്ങനെയുള്ള കുണ്ടാമണ്ടി ന്യായങ്ങളൊക്കെ പറഞ്ഞ് നികേഷ് കുമാർ വലിയ രീതിയിൽ ട്രോൾ ഫിഗറായി. അങ്ങനെ നികേഷ് കുമാറിന് മേലെ ഇവരെല്ലാം കയറ്റി പ്രതിഷ്ഠിച്ച് ഇപ്പം നികേഷ് കുമാർ ആ ചാനലിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ചാനലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നികേഷ് ഇല്ലെങ്കിലും ആ ചാനൽ മറ്റുള്ള ആൾക്കാർ കാണും എന്നുള്ള രീതിയിൽ ആ ചാനലിലെ മരമുറി ബ്രദേഴ്സ് വാർത്തെടുത്തു. എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം സാരമില്ല രമണ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഓടിക്കോളാം എന്ന് പറഞ്ഞ് ഒരു ഉപഹാരം കൊടുത്ത് ഉമ്മയും കൊടുത്ത് പൊടിയും തട്ടി നികേഷ് കുമാറിനെ പറഞ്ഞിരിക്കുന്നത്. നികേഷ് കുമാർ പുറത്തിറങ്ങിയിട്ട് പൊട്ടനും പോയി, ബോട്ടും കിട്ടി, ഐലസ എന്ന് പറഞ്ഞ് നികേഷ് കുമാർ പോകുന്നുണ്ട്. കാരണം നികേഷ് കുമാർ ഈ പോണ പോക്കിന് പോകുന്നത് ഒരു ജോൺ ബ്രിട്ടാസ് ആവാം എന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നികേഷ് കുമാർ പോകുന്നത്. പക്ഷേ CPM-ന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നികേഷ് കുമാറിന്റെ അച്ഛനായിട്ടുള്ള MV രാഘവന്റെ പല സ്ഥാപന ജംഗമ വസ്തുക്കളും അടിച്ചെടുക്കുക എന്നുള്ളതാണെന്നൊരു കരക്കമ്പി ഉണ്ട്. അതായത് നികേഷ് കുമാറിനെ CPM-ലേക്ക് വിളിച്ച് കയറ്റിയിട്ട് നികേഷ് കുമാറിന്റെ അച്ഛൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നുള്ളതാണ് CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്നാണ് പല ആൾക്കാരും ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് പല ദോഷൈക തർക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നികേഷ് കുമാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നികേഷല്ലേ ആള്. നികേഷിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എങ്കിലും എനിക്ക് ആവണം. കുറഞ്ഞത് കൊമ്പത്തെ ഞാൻ കയറി പിടിക്കും. അതുകൊണ്ട് എനിക്കൊരു മാധ്യമ ഉപദേഷ്ടാവ്, ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി റാങ്ക്, അവിടെ നിന്ന് നേരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ഒരു എൻട്രി, അങ്ങനെ പല കാര്യങ്ങളുമാണ് നികേഷ് കുമാറിൻ്റെ മനസ്സിലുള്ളത്. മിക്കവാറും ഒരു മാധ്യമ ഉപദേഷ്ടകനായിട്ട് അവതരിക്കാനാണ് നികേഷ് കുമാറിൻ്റെ ഒരു നിയോഗം എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അങ്ങനെ തന്നെ എന്തായിരുന്നാലും ആകട്ടെ, കാരണം മുഖ്യമന്ത്രിക്ക് ഇപ്പം മാധ്യമ ഉപദേഷ്ടാക്കന്മാരുടെ കുറവ് നല്ലപോലെ അറിയാനുണ്ട്. നേരത്തെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നത് നമ്മുടെ ജോൺ പൊട്ടാസണ്ണനാണ്. പൊട്ടാസണ്ണ അവിടെ നിന്ന് മുഖ്യമന്ത്രി ഉപദേശിച്ച് ഒരു പരിവാക്കിയ ശേഷം അങ്ങേർക്ക് ഒരു രാജ്യസഭ സീറ്റ് കിട്ടി, അങ്ങേര് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങേര് അവിടെ കയറി ഇരുന്നോളൂ, യാതൊരു ബുദ്ധിമുട്ടില്ല, അവിടെ കയറി ഇരുന്നോളൂ. കേരളത്തിൽ നിന്നാൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ നികേഷ് കുമാറും വീണ്ടും CPM-ലേക്ക് ഇറങ്ങുകയാണ്. CPM-ലേക്ക് ഇറങ്ങുമ്പം നികേഷ് കുമാറിനെതിരെ ഉയരുന്ന വേറൊരു വലിയ ആക്ഷേപം എന്ന് പറയുന്നത് സ്വന്തം അച്ഛനെ ഓട്ടിച്ചിട്ട് അടിച്ച, അല്ലെങ്കിൽ മുണ്ട് പറിച്ച് അടിച്ച ഈ CPM-ലേക്കാണോ നികേഷ് കുമാർ പോകുന്നത് എന്നൊരു ആക്ഷേപമുണ്ട്. അതായത് MV രാഘവന്റെ പാപ്പിനിശ്ശേരിയിലെ വീട് പോലും കത്തിച്ച്, ചുറ്റുമതിൽ ഇടിച്ച്, അവിടെയുള്ള കിണറിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച്, പാമ്പ് വളർത്തൽ കേന്ദ്രം കത്തിച്ച് MV രാഘവനെ കണ്ടോൺമെന്റിലേക്ക് താമസം മാറ്റി. അന്ന് നികേഷ് കുമാറും കൂടെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് നികേഷിനെ വാരി എടുത്തുകൊണ്ടാണ് MV രാഘവൻ കണ്ടോൺമെന്റിലേക്ക് പോയി താമസം മാറിയത്. കണ്ടോൺമെന്റിലേക്ക് പോയി താമസം മാറി അവിടെയായിരുന്നു അദ്ദേഹം മരണം വരെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതായത് CPM സ്വന്തം അച്ഛനെ അടപടലം തൊലച്ച് ആ CPM-ലേക്കാണ് നികേഷ് കുമാർ തിരിച്ചു പോകുന്നത്. വല്ലാത്തൊരു തൊലിക്കെട്ടി തന്നെ പറയാതിരിക്കാൻ വയ്യ. പണ്ട് സുധാകരൻ, അതായത് കെ സുധാകരനോട് ഒരു ചർച്ചയിൽ നിന്നപ്പോൾ നികേഷ് കുമാർ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മിസ്റ്റർ സുധാകരൻ, താങ്കൾ ഈ KPCC പ്രസിഡന്റ് ആയല്ലോ, ആ സമയത്തായിരുന്നു ഈ ചർച്ച വന്നത്. ഈ KPCC പ്രസിഡന്റ് ആകുമ്പോൾ താങ്കൾ വാ തുറന്നു കഴിഞ്ഞാൽ അലമ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ? താങ്കളുടെ നാക്കിനെ താങ്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ നൈസായിട്ട് നികേഷ് കുമാറിന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് കെ സുധാകരൻ നമ്മൾ കണ്ടതാണ്. നികേഷ് കുമാറിന്റെ തന്തയ്ക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അത് MV രാഘവനോട് ചോദിച്ചാൽ നികേഷെ മനസ്സിലാകും. നിങ്ങൾ സ്വന്തം അച്ഛനെ മറന്ന് നിങ്ങൾ CPM-ലോട്ട് പോയി. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നിങ്ങളെ അച്ഛനെ ഇടം വലം നിന്ന് പ്രൊട്ടക്ട് ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ. അതായത് സുധാകരൻ, MV രാഘവൻ കർണാടകൻ മന്ത്രിസഭയിൽ സഹകരണ മന്ത്രി ആയിരുന്നപ്പോൾ വലിയ രീതിയിൽ MV രാഘവനെ പ്രൊട്ടക്ട് ചെയ്ത ആളാണ്. നമുക്കറിയാം കൂത്തുപറമ്പ് വെടിവെപ്പൊക്കെ. കൂത്തുപറമ്പ് വെടിവെപ്പിൽ MV രാഘവനെതിരെ കമ്പും കട്ടയെടുത്ത് ഇവിടെ DYFI പ്രവർത്തകർ ഇറങ്ങിയതെല്ലാം ചരിത്രമാണ്. അങ്ങനെയുള്ള ചരിത്രത്തിലൂടെയാണ് നികേഷ് നിങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ട് CPM-ലേക്ക് പോകാൻ നാണം, ഉളുപ്പ് വേണം എന്നാണ് കെ സുധാകരൻ നികേഷിനോട് പറഞ്ഞത്.
എം വി രാഘവൻ ബദൽ രേഖ കൊണ്ടുവന്നതും അതിൻ്റെ തുടർന്ന് CPM-ൽ നിന്ന് എം വി രാഘവനെ പുറത്താക്കിയതും എം വി രാഘവൻ അതിനുശേഷം കരുണാകരൻ്റെ കൂടെ ചേർന്നതും കരുണാകരൻ്റെ കൂടെ ചേർന്ന ശേഷം എം വി രാഘവന് നേരെ ആക്രമണം ഇവർ അഴിച്ചുവിട്ടതും AKG സഹകരണ ആശുപത്രി, എം വി രാഘവൻ തുടങ്ങിയ ആശുപത്രിയാണ് സഹകരണ ആശുപത്രി. ആ സഹകരണ ആശുപത്രിയിൽ പാനൽ തെരഞ്ഞെടുപ്പിൽ MVR-ന്റെ പാനലിനെ അട്ടിമറിച്ച് MVR-നെ തോൽപ്പിച്ച ശേഷം MVR പുറത്തിറങ്ങിയപ്പോൾ കമ്പും കട്ടയും കിടാച്ചിയും ചീമുട്ടയും കൊണ്ടാണ് MVR നേരിട്ടത്. അതായത് സ്വന്തം അച്ഛനെ CPM നേരിട്ടത്. ആ CPM-ലോട്ടാണ് ഇപ്പൊ നികേഷ് കുമാർ തിരിച്ചു പോകുന്നത്. നികേഷ് കുമാറിന് അതിനൊന്നും യാതൊരുവിധ ഉളുപ്പുമില്ല. എന്നിട്ട് നികേഷ് കുമാർ പറയുകയാണ് ഞാൻ മാധ്യമ പ്രവർത്തനം നിർത്തി എന്ന് പറയുന്നത്. ചില ആൾക്കാരൊക്കെ പറയുന്നത് CPM-നുള്ള കുഴലൂത്ത് നികേഷ് കുമാർ നിർത്തി എന്നാണ്. ഇനി അടിമപ്പണി, അതാണ് രാഷ്ട്രീയം. ഇനി അടിമപ്പണിയിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് ഇറങ്ങുകയാണ്. ഇനി എനിക്ക് കുഴലൂതാൻ വയ്യ. കുഴലൂതി ട്രോള് കേട്ട് മടുത്തു. ഇനി ഞാൻ നേരെ CPM-ലേക്കുള്ള അടിമപ്പണിയിലോട്ട് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഒരു രാജ്യസഭാ സീറ്റോ അങ്ങനെ വല്ലതൊക്കെ കിട്ടി അടുത്ത കനൽ തരി മിക്കവാറും ഞാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നികേഷ് സാർ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് നികേഷ് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവൊക്കെ ആവണമെങ്കിൽ നമ്മുടെ ശിവശങ്കർ ഇല്ലേ, എൻ്റെ സ്വപ്നേര അങ്ങേര് കാണിച്ച പോലെ കനന്തിരിവൊന്നും കാണിക്കല്ലേ, കുണ്ടണിയൊക്കെ കാണിക്കാതെ മാനമര്യാദയ്ക്ക് അടങ്ങി ഒടുങ്ങി ഇരുന്നോളാം. ഇനി ഒരു 2 കൊല്ലം കൂടെ കഷ്ടിച്ചുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്. അതിനുശേഷം UDF അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും നോക്കാം. UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ അണ്ണന് വീണ്ടും ചിങ്കാലാല. അധികാരത്തിൽ വന്ന കമ്മിമുക്ത ഭാരതം. അപ്പോൾ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.